ഗായ്സ്, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന ഒരു ജേർണൽസാണ് കേട്ടോ. ഞാൻ കുറേ നാളെ ഇത് പ്ലാൻ ചെയ്യുന്നു. ഇപ്പോഴാണ് നമുക്കൊന്ന് ഉണ്ടാക്കാൻ പറ്റിയത്. വീണ്ടും നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇന്നലെ ഇട്ട വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ അമ്മയുടെ വീട്ടിലെത്തിയിട്ടുണ്ട്. അതുകൊണ്ട് എല്ലായിടത്തുനിന്നും ബാക്ക്ഗ്രൗണ്ട് മാറ്റി മാറ്റി പരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ബാക്ക്ഗ്രൗണ്ട് ഈ ബ്ലൂ തീമിലുള്ളതാണ്. അപ്പോൾ നമ്മളൊരു വിൻറ്റേജ് ജേർണൽസാണ് കേട്ടോ ഒന്ന് ഉണ്ടാക്കുന്നത്. അതിനുവേണ്ടി നമുക്ക് ഫസ്റ്റ് തന്നെ പാറ്റേൺ പേപ്പേഴ്സ് ഉണ്ടാക്കാം. അപ്പോൾ ഞാൻ എൻ്റെ ഡ്രോയിങ് ബുക്കിൽ നിന്നുള്ള ഷീറ്റ്സാണ് ഞാൻ കീറുന്നത്. അപ്പോൾ ഇത്തിരി കട്ടി ഉണ്ടാവും കേട്ടോ. അപ്പോൾ നമ്മളൊരു ഷീറ്റിനകത്ത് നിന്ന് കീറി എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഒരു 8 പീസാക്കി എടുക്കാം കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സൈസിൽ ഉണ്ടാക്കാം. ഞാനിപ്പം ഇതുപോലെ ഒരു കുഞ്ഞിതാ, അത്ര കുഞ്ഞിതല്ല എന്നാലും കുഞ്ഞിതാണ്. 8 or 4 പീസാക്കാം കേട്ടോ. 8 ആക്കാൻ പറ്റില്ല. 8 ആക്കുമ്പോൾ ഇത്രയും കുഞ്ഞിതായി പോകുന്നതാണ്. നമുക്ക് ഇത്രയും സൈസെങ്കിലും വേണം, എന്നാലും ഒരു ജേർണലിലെങ്കിലും അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മളിതാ ഇങ്ങനെ പാർട്ടാക്കിയിട്ട് 4 പീസാക്കി മുറിച്ചെടുക്കുവാണ്. നിങ്ങൾക്ക് വേണ്ടത്ര ഉണ്ടാക്കുക. അപ്പോൾ നമ്മൾ 4 പാറ്റേണാണ് ചെയ്യുന്നത്. ഇത് ഞാൻ കടൽ ക്ലൗഡ് ഇൻസ്പയർഡ് ആയിട്ടാണ് ചെയ്തിട്ടത്. അപ്പം അതിനകത്ത് ഉള്ള മിക്ക പാറ്റേൺസും ഇതിനകത്ത് ഉണ്ടാവും. പിന്നെ എൻ്റേതായ രീതിയിലുള്ള കുറച്ച് പാറ്റേൺസും ഉണ്ടാവും കേട്ടോ. അപ്പോൾ കഴിച്ചാൽ നമ്മൾ 4 പീസാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ബ്രൗണിൻ്റെ പല പല ഷെയ്ഡ്സാക്കി ഡാർക്ക് ലൈറ്റ് അങ്ങനെ കൊണ്ടുവന്നിട്ട് ഫുൾ ബാക്ക്ഗ്രൗണ്ട് പോലെ അടിച്ചു കൊടുക്കാം. അപ്പോൾ ഇതൊരു വെറൈറ്റി ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ തന്നെ കണ്ടുപിടിച്ചാണ്. ഇപ്പോൾ ഇവിടെ നിന്നപ്പോൾ എനിക്ക് കിട്ടിയതാണ്. ഇങ്ങനത്തെ ഒരു സ്പോഞ്ച് ഇല്ലേ, ജസ്റ്റ് ഒരു ഇങ്ങനെ ഈ സ്പോഞ്ചിന് ഇങ്ങനെ ഒരു സ്ട്രിപ്പ് കട്ട് ചെയ്തിട്ട് നമ്മുടെ ആൽക്കഹോൾ മാർക്കേഴ്സ് ഇതുപോലത്തെ ഏതൊരു ഫ്രഞ്ച് വെർമിലിയോൺ പിന്നെ ഓറഞ്ച് ബ്രിക്ക് ബ്രൗൺ ഒക്കെ മിക്സ് ചെയ്തിട്ട് ഇതിനകത്ത് കൊടുത്തു. ഞാൻ കാണിച്ചു തരാവേ. ഫസ്റ്റ് തന്നെ ലൈറ്റ് കളറായ ഓറഞ്ച് എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഇതുപോലത്തെ ഒരു ഫ്ലാറ്റ് ടിപ്പ് എടുത്തിട്ട് ഇതുപോലെ നമുക്കൊന്ന് ഇതുപോലെ വരച്ചു കൊടുക്കാം. ഓർഡറൊന്നുമില്ല, ഇഷ്ടമുള്ള പോലെ വരച്ചു കൊടുക്കാം കേട്ടോ. പിന്നെ അവിടെ ഇവിടെ ഇത്തിരി ഡാർക്ക് കളർ ആക്കാനായിട്ട് നമ്മുടെ ബ്രിക്ക് ബ്രൗൺ എടുത്തിട്ട് ഇങ്ങനെ ഷെയ്ഡ് ചെയ്യുവാണ്. ഓക്കെ, എന്നിട്ട് ഫ്രഞ്ച് വെർമിലിയോൺ എടുത്തിട്ട് അതിൻ്റെ നടുക്ക് കൂടെ ഈ ഒരു നല്ലൊരു ഷെയ്ഡ് ഉണ്ടാക്കാനായിട്ട് ഇവിടെ ഇങ്ങനെ ഡാബ് ചെയ്ത് കൊടുത്താൽ മതി. അതിനുശേഷം കുറച്ച് വെള്ളം കയ്യിലെടുത്തിട്ട് ഇങ്ങനെ എടുത്തിട്ട് ഫുള്ളാക്കി നമ്മുടെ കയ്യിലുള്ളതൊക്കെ ഇതിനകത്തോട്ടാക്കിയിട്ട് ഈ ഇത് എവിടെയാണോ വേണ്ടത് അവിടെ ഇങ്ങനെ പ്രിൻ്റ് ചെയ്ത് കൊടുക്കാം. നല്ല രസമായിട്ട് വരും കേട്ടോ. ഇതൊക്കെ അടിപൊളിയാണ്. ഈ ഒരു പാറ്റേൺ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. ഇതാണ് ഇത്തിരി വെറൈറ്റി ആയിട്ടുള്ളതെന്നാണ് എൻ്റെ ഒരു ഒരെണ്ണം വെച്ചിട്ട് ഒരു 3 പ്രാവശ്യമൊക്കെ മാക്സിമം ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ നമ്മൾ ഷെയ്ഡ് ചെയ്തിട്ട് വേണം അടുത്താക്കാൻ. അപ്പോൾ ഈ പാറ്റേൺ അങ്ങനെ ഫുള്ളൊന്ന് കംപ്ലീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഫുൾ പാറ്റേൺ പേപ്പേഴ്സും സെറ്റ് എടുത്തിട്ടുണ്ട്. ഫസ്റ്റ് തന്നെ നമ്മൾ ആദ്യം ചെയ്യണ പ്രോസസ്സ് കാണിച്ച ഒരു പാറ്റേൺ പേപ്പറാണിത്. അതിനകത്ത് ഞാൻ പോക്കറ്റ് ബിലീവ് ഇൻ യുവർ സെൽഫ്, പിന്നെ താഴെ സ്റ്റേ പോസിറ്റീവ് വൈബ് വിത്ത് ടൈം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ലവ് അങ്ങനെ ഒരു കാലിഗ്രാഫിക് ഇതിൽ എഴുതിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ ബ്രൗൺ ഗ്രീൻ യെല്ലോ ഓറഞ്ച് ഒക്കെ മിക്സ് ചെയ്ത് വെറുതെ ഇങ്ങനെ റഫായിട്ട് ബ്രഷ് വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും സ്മഡ് ചെയ്ത് കൊടുത്താണ്. പിന്നെ നമ്മൾ ഗ്രിഡ് ലൈൻസ് ഇത് വിൻറ്റേജിൽ പെടുമെന്നൊന്നും എനിക്കറിയില്ല, എന്നാലും വരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. എനിക്ക് വേറൊന്നും കിട്ടിയില്ല. പിന്നെ ഫയർ വൈബ് എന്നൊക്കെ പറഞ്ഞ ഒരു ഫയറിൻ്റെ ഒരു ഇതുപോലെ എനിക്ക് വരച്ച് വന്നപ്പോൾ തോന്നി. അപ്പോൾ ഞാൻ അങ്ങനെ എഴുതിയതാണ്. അതിൻ്റെ ഡോട്ടൊക്കെ നമ്മൾ ഫയർ പോലെ വരച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ പാറ്റേൺ പേപ്പേഴ്സ് ഉള്ളത്. ഇനി നമുക്ക് അടുത്തായിട്ട് കുറച്ച് വാഷി ഷീറ്റ്സ് ഉണ്ടാക്കാം. കുറച്ചെന്ന് പറയുമ്പോൾ ഒരു 3 എണ്ണം നമുക്ക് ഉണ്ടാക്കി കൊടുക്കാം കേട്ടോ. അതിനായിട്ട് ഞാൻ ഒരു വൈറ്റ് പേപ്പർ എടുക്കുന്നുണ്ട്. ഒരെണ്ണം മതിയാവും കേട്ടോ. നമ്മൾ ആകെ 3 എണ്ണമല്ലേ ഉണ്ടാക്കുന്നുള്ളൂ. പിന്നെ ഇതിൻ്റെ ഒരു ലെങ്ത്തിനാണ് നമ്മൾ ഉണ്ടാക്കുന്ന ഒരു റോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പം ഒരു A4 തന്നെ ധാരാളമാണ് കേട്ടോ. നമുക്ക് ഇതെടുത്ത് കൊടുക്കാം. അപ്പോൾ നമ്മളെടുത്തിട്ടുണ്ട്. ഇനി ഓരോ സെൻറ്റിമീറ്റർ ഇട്ടിട്ട് 1-1.5 സെൻറ്റിമീറ്റർ നമുക്ക് ഇവിടെ നിന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. അങ്ങനത്തെ 3 എണ്ണം മാർക്ക് ചെയ്ത് കട്ട് ചെയ്യണം. നമുക്ക് അതിനകത്ത് ഡിസൈൻ ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ആദ്യം വിചാരിച്ചത് അതിനകത്ത് വെച്ച് തന്നെ ഡിസൈൻ ചെയ്യാമെന്നാണ്. അപ്പം അടുപ്പിച്ച് വരച്ചത് കൊണ്ട് ഇതിൻ്റെ ഒരു ഡിസൈൻ വേറെ ആവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മളത് ആ സ്ട്രിപ്പായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. 1 സെൻറ്റിമീറ്റർ ആണ് ഞാൻ മുറിച്ചത്. 3 സ്ട്രിപ്പാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഒരെണ്ണത്തിൽ ഒരു പാറ്റേൺ വേറെ അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു.
ഏറ്റവും മെയിൻ ആയിട്ടുള്ള നമ്മുടെ ഗ്രിഡ് ലൈൻസ് ബ്ലാക്ക് ഇങ്ക് വെച്ച് വരച്ചു കൊടുക്കുക. അതാണ് ഞാൻ ഒരു ഡിസൈനായിട്ട് സിമ്പിളായിട്ട് ചെയ്യുന്നത് കേട്ടോ. നമുക്ക് വരച്ചെടുക്കാം. ഫുൾ വരച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ ഫ്രീ ഹാൻഡായിട്ട് ഉണ്ട് വരച്ചത്, അതുകൊണ്ടാണ് ഇങ്ങനെ വളഞ്ഞൊക്കെ ഇരിക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ സ്കെയിലൊക്കെ വെച്ച് വരയ്ക്കാം. ഞാനിപ്പോൾ ഫ്രീ ഹാൻഡായിട്ട് പെട്ടെന്ന് വരച്ചാണ്. ഓക്കെ, അപ്പോൾ നമുക്കിനി ഇത് നമുക്ക് റോൾ ചെയ്യാനായിട്ട് ഒരു കട്ടിയുള്ളൊരു കാർഡ്ബോർഡ് വരെ എടുക്കുക. ഞാനിപ്പോൾ ഈ ഒരു ഇതാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഒരു സെൻറ്റിമീറ്റർ ഇട്ടിട്ട് ഒരു കുഞ്ഞ് റോളിനകത്ത് നിന്ന് അല്ല സ്ട്രിപ്പ് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഇതുപോലെ ഒരു കുഞ്ഞ് സ്ട്രിപ്പ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ കാർഡ്ബോർഡ് എടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇതാണ് എടുത്തിട്ടുള്ളത്. നമുക്കിത് അതുപോലെ ഒന്ന് എന്തെങ്കിലും ഒരു പെയിൻറ്റിൻ്റെ ഇത് വെച്ചിട്ടൊന്ന് റോൾ ചെയ്തെടുക്കണം. അതുപോലെ റൗണ്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ലാസ്റ്റ് ഒന്ന് സെല്ലോ ടേപ്പ് അല്ലെങ്കിൽ ഗം വെച്ച് ഒട്ടിച്ചു. ഇതുപോലെ റൗണ്ട് ചെയ്ത് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഞാൻ ഫെവിക്കോളായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് ഒന്ന് റോൾ ചെയ്ത് കൊടുക്കാം. അതിനുവേണ്ടി നമ്മൾ ഇതിന്ന് ജോയിൻ ആയിട്ടുള്ള ഈ കാർഡ്ബോർഡ് റോൾ ചെയ്തപ്പോൾ ഉള്ള ജോയിൻ ആയിട്ടുള്ള സ്ഥലത്ത് ഇത്തിരി ഒന്ന് ഗമ്മാക്കി കൊടുക്കുക. ഇത്തിരി മതി, ആ ഒരു ഇത്തിരി സ്ഥലത്ത് മാത്രം. അതിനുശേഷം നമുക്കിതാ ഇതൊന്ന് ഇതിനകത്തേക്ക് ഒട്ടിച്ചു കൊടുക്കുക. ഇവിടെ ഒന്ന് സെക്യൂർ ആയിരിക്കും കേട്ടോ. ഇതിൻ്റെ ലാസ്റ്റ് വശം എത്തുമ്പോഴേക്കും, അതായത് നമ്മളത് ഉപയോഗിച്ച് ഇവിടെ എത്തുമ്പോഴേക്കും ജസ്റ്റ് ഒന്ന് പീൽ ചെയ്തെടുക്കാമെന്നുള്ള ഒന്നും പറ്റുന്നില്ല. ഓക്കെ, അത് നമുക്കിതാ ഒട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് റോൾ ചെയ്തെടുക്കാം. വേറൊന്നുമില്ല. ഇത്രയാണ് ഞാൻ ഉണ്ടായിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറേ സ്ട്രിപ്പൊക്കെ കൂട്ടിച്ചേർത്തിട്ട് ഒട്ടിക്കാം കേട്ടോ. ഞാൻ ഇത് രണ്ടാമത്തെ പ്രാവശ്യമാണ് ഇത് ഉണ്ടാക്കുന്നത്. ഇത് ഞാൻ കടൽ ക്ലൗഡിൽ നോക്കിയിട്ടാണ് ചെയ്യണേ. അപ്പോൾ ഒരു പ്രാവശ്യം ഉണ്ടാക്കിയതിൻ്റെ എനിക്ക് തീർന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിതാ ഈ വീഡിയോയ്ക്ക് വേണ്ടി വേറെ ഒന്നുകൂടി ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ എനിക്ക് യൂസ് ചെയ്യാൻ വീഡിയോയിലേക്ക് എടുക്കാം, അതുകൊണ്ടാണ് കേട്ടോ. ഇനി നമുക്കിത് ഇവിടെ ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഗമ്മിട്ട് ഒട്ടിച്ച് വെക്കാം, അല്ലെങ്കിൽ നമുക്ക് ഇവിടെ ഒരു അഡ്ജസ്റ്റർ പോലെ ഉണ്ടാക്കി കൊടുക്കാം. അപ്പോൾ ഇനി ഞാൻ പറയണേക്കാട്ടി നല്ലത് നിങ്ങൾ കാണുന്നതാണ്. അപ്പോൾ അതായത് ഇതൊന്ന് വിട്ടുകൊണ്ടിരിക്കാൻ ജസ്റ്റ് ഒരു ക്ലിപ്പ് ഇങ്ങനെ ജസ്റ്റ് കുത്തിയിട്ടുണ്ട്. നമുക്കിതാ ഈ ഒരു സ്ഥലത്തായിട്ട് ഈ ഇങ്ങനത്തെ ഒരു സ്ട്രിപ്പ് കട്ട് ചെയ്താൽ ഇത്രയും കുഞ്ഞിത് മതി കേട്ടോ. ഇനി നമുക്കിതാ ഇങ്ങനെ വെച്ചിട്ട് അതുപോലെ മടക്കി ഈ അറ്റത്തായിട്ട് അടിഭാഗത്തായിട്ട് ഗമ്മിട്ട് കൊടുക്കാം. ഓക്കെ, നല്ലോണം ഒട്ടിയിട്ടുണ്ട് കേട്ടോ. കുറേ നേരം സംസാരിച്ചതിൻ്റെ ശബ്ദം പോയി തുടങ്ങി. അതാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ആക്കുന്നത്. ഓക്കെ, നമുക്ക് ഇത് നന്നായിട്ട് ഒട്ടിന്ന് ഉറപ്പ് വരുത്താം കേട്ടോ. ഒരു സെക്കൻഡ് 2-3 സെക്കൻഡൊക്കെ ഇങ്ങനെ ഹോൾഡ് ചെയ്ത് പിടിച്ചതിന് ഒട്ടും. ഫെവിക്കോളല്ല, അപ്പം പേപ്പർ ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഒട്ടി കിട്ടും. ഓക്കെ, ഇതാ ഒട്ടിയിട്ടുണ്ട്. നമുക്ക് ഈ ക്ലിപ്പൊന്ന് മാറ്റിയിട്ട്, അതാണ് ഇതിൻ്റെ തുമ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വീണ്ടും വിട്ടുപോയി. ഓക്കെ, ഒട്ടി ഒട്ടി. അതുപോലെ ഞാൻ വരച്ചിട്ട് നമുക്ക് വേണ്ട സ്ഥലത്ത് വെച്ച് സ്റ്റോപ്പ് ചെയ്യാം. എന്നിട്ട് നമുക്ക് കട്ട് ചെയ്തിട്ട് ഉപയോഗിക്കാം. എന്നിട്ട് വീണ്ടും ഇങ്ങനെ കയറ്റി വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഓക്കെ ആവട്ടോ. ഇത് ഒട്ടുന്നില്ല, എന്താണെന്നറിയില്ല. നമുക്ക് ഒന്നും കൂടെ ഞാൻ ഇതാക്കിയിട്ട് കാണിച്ചു തരാം. ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അതിന് നമുക്കിത് അഡ്ജസ്റ്റ് ചെയ്ത് വേണ്ടത്ര എത്തുമ്പോഴേക്കും കട്ട് ചെയ്തതിന് ശേഷം ഇതുപോലെ കയറ്റി കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇവിടെ വെച്ച് ഇങ്ങനെ സ്റ്റോപ്പ് ചെയ്ത് നിർത്താവുന്നതാണ്. ഓക്കെ ഗൈസ്, ഇതാണ് നമ്മുടെ ഫസ്റ്റ് ടൈപ്പ് ഓഫ് വാഷ് ടൈപ്പ്. ഇതുപോലെ തന്നെ ഡിസൈൻ മാത്രം ഞാൻ കാണിക്കാം. ഈ ഉണ്ടാക്കുന്ന ഈ ഒരു റോളിൻ്റെ ഇത് ഞാൻ കാണിക്കുന്നതല്ല കേട്ടോ. ഓക്കെ, ഇതുപോലെ തന്നെ നമ്മൾ റിപ്പീറ്റ് ചെയ്ത് നമുക്ക് വേണ്ട അത്രയും ചെയ്തെടുക്കാം. പിൻട്രസ്റ്റിലൊക്കെ നമുക്ക് തന്നെ കുറേ വാഷ് ടൈപ്പിൻ്റെ പാറ്റേൺ ഒക്കെ കിട്ടും. ഞാനിപ്പോൾ സിമ്പിളായിട്ടുള്ളൊരു ഗ്രിഡ് ലൈൻ പാറ്റേൺ ഫസ്റ്റ് തന്നെ വരച്ചിട്ടുണ്ട്. നമുക്ക് വേറൊരു ഡിസൈൻ വരയ്ക്കാം. അതിനുവേണ്ടി സെക്കൻഡ് സ്ട്രിപ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ. അതിനകത്തേക്ക് നമുക്ക് ജസ്റ്റ് ബ്ലാക്ക് ഇങ്ക് വെച്ച് ഇതുപോലെ ഇതും ഞാൻ കടൽ കാർഡിൽ കണ്ടാണോ ഇതുപോലെ വരയ്ക്കുക. അതിനുശേഷം ലീഫ് പോലെ ഇവിടെ വരച്ചു കൊടുക്കുക. പിന്നെ നമ്മുടെ സിമ്പിളായിട്ടുള്ള റോസില്ലേ യു വെച്ചിട്ട് വരക്കണ വരച്ചിട്ട് ഇവിടെ ലവ് എന്ന് എഴുതി കൊടുക്കുക. പിന്നെ താഴെ ഡ്രീം എന്ന് എഴുതി കൊടുക്കുക. നമുക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം കേട്ടോ. ഞാൻ ഇതുപോലെ സിമ്പിളായിട്ട് ഫുൾ കംപ്ലീറ്റ് ചെയ്തെടുക്കാവേ. അപ്പോൾ ഫുൾ ഞാൻ കളറും അടിച്ചിട്ട് എഴുതി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഫുൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ
ഈ റോസിൻ്റെയും ലീഫിൻ്റെയൊക്കെ കളർ റെഡും ഗ്രീനൊക്കെ ആയിരുന്നു. പക്ഷെ ഞാൻ പറഞ്ഞില്ല അമ്മൂമ്മയുടെ വീട്ടിൽ വന്നേക്കണോണ്ട് ഞാൻ ആകെ വിൻറ്റേജ് കളറിൻ്റെ കാര്യം ഓർത്തപ്പോഴേക്കും ആകെ കുറച്ച് ബ്രൗൺ പിന്നെ ബ്ലാക്ക് യെല്ലോ അങ്ങനത്തെ കളറൊക്കെയാണ് എടുത്തിട്ട് വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അങ്ങനത്തെ കളറൊന്നും എടുത്തില്ല. ഈ വാഷ് ടേപ്പിൻ്റെ കാര്യം ഞാൻ ഓർത്തില്ലാത്തതുകൊണ്ട്. അപ്പോൾ നമ്മൾ ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് തന്നെ നല്ല രസമുണ്ട് കേട്ടോ. ഇത് നിങ്ങൾ എന്തായാലും ചെയ്ത് നോക്കുക, അടിപൊളിയാണ്. സിമ്പിളായിട്ട് നമുക്കെല്ലാം വരച്ചെടുക്കാൻ പറ്റും. ഇതുപോലെ തന്നെ നമുക്ക് ഇതിൽ വേറെ എന്തെങ്കിലും ഒരു ഇപ്പം എന്തെങ്കിലും ഡോട്ട്സോ അല്ലെങ്കിൽ ഇങ്ങനെ സ്റ്റാറോ അങ്ങനെ എന്തെങ്കിലും പറയാം. ഇപ്പോൾ കഴിച്ചാൽ നമ്മൾ ഇതും ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ ഇതും ചെയ്തിട്ടുണ്ട് കേട്ടോ. ഈ അഡ്ജസ്റ്ററാണ് എനിക്ക് ഇഷ്ടപ്പെട്ട ഇത്തിരി കൂടെ ഒരു നൈസായിട്ടുള്ളത് വെക്കണമായിരുന്നു. ഞാൻ ഇതെടുത്ത് ഇത്തിരി ഒരു ഇത് കൂടിപ്പോയിട്ടുണ്ട്. ഇത് ലൂസായും പോയിട്ടുണ്ട് കേട്ടോ. എന്നാലും ചെയ്യാനൊക്കെ പറ്റുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ രണ്ടെണ്ണവും ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഇത് ഞാൻ ആദ്യം ഈ ഒരു പാറ്റേൺ ഞാൻ വരച്ചത്, പക്ഷെ എനിക്ക് അത്രയൊന്നും ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ ഞാൻ ഒരു കോട്ടൊക്കെ എഴുതിയിട്ടുള്ളൊരു വാഷ് ടേപ്പ് പോലെ ആക്കിയിട്ടുണ്ട്. അപ്പം നമുക്കിത് ആവശ്യമുള്ളപ്പം മുറിച്ച് യൂസ് ചെയ്യാമല്ലോ. അപ്പം ബിലീവ് ഇൻ യുവർസെൽഫ്, പോസിറ്റീവ് വൈബ്, സ്റ്റേ ഹെൽത്തി, ഫയർ വൈബ്, പാർട്ടി മൂഡ്, ഹലോ ഐ ലവ് യു, സാഡ് മൂഡ് അങ്ങനെയൊക്കെ എഴുതിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതും റോളിലാക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ ഫുള്ളും ചെയ്തെടുത്തിട്ടുണ്ട്. 3 പറഞ്ഞിട്ട് 3 ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഗ്രിഡ് ലൈൻസ് ആണ് ഫസ്റ്റത്തെ പാറ്റേൺ വന്നിട്ട്. പിന്നെ സെക്കൻഡ് നമ്മൾ ഡ്രീം ലവ് എന്ന് എഴുതിയിട്ട് ഒരു റോസും ലീഫൊക്കെ വെച്ചിട്ട് ചെയ്താണ്. പിന്നെ കുറച്ച് കോട്ട് വാഷി ടേപ്പ് ആണുള്ളത് കേട്ടോ. ഇത് ഇതിലൂടെ എക്സ്റ്റെൻഡ് ചെയ്താൽ നമുക്ക് കുറേ കോട്ടൊക്കെ എഴുതി ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ഈ അഡ്ജസ്റ്ററാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. നമുക്ക് ആവശ്യമുള്ളപ്പം മുറിച്ച് എടുത്തിട്ട് വീണ്ടും അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇനി വേണമെങ്കിൽ കുറേ ചെയ്തെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ 3 ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ ഇനി അടുത്തുണ്ടാക്കാൻ പോകുന്ന സ്റ്റാമ്പാണ് കേട്ടോ. അതിനുണ്ട് ഒരു പേപ്പർ എടുത്തിട്ടുണ്ട്. നമുക്ക് വേണ്ട വിത്തിൽ ആവശ്യമുള്ള അത്രയും വിത്തിൽ ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുക. അപ്പോൾ ഇതുപോലെ സ്ട്രിപ്പ് ഞാൻ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇത് നേരെ ഹാഫ് ആക്കുക. പിന്നെ ഇതുപോലെ 4 ആക്കി മടക്കി കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഇവിടെ ഒരു ട്രയാങ്കിൾ കട്ടിട്ട് കൊടുക്കണേ. ഇതുപോലെ നമ്മൾ നമ്മൾ വെട്ടിയെടുത്തിട്ടുണ്ട്. ഇതുപോലെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ കറക്റ്റ് ട്രയാങ്കിൾ ഷേപ്പൊന്നും വന്നിട്ടില്ല. വേറെ എന്തോ പോലെ ഇങ്ങനെ വലുത് അങ്ങനെ എന്തൊക്കെ പോയിട്ടുണ്ട്. ഇപ്പം എന്തായാലും നമുക്ക് ഇതൊക്കെ കിട്ടിയിട്ട് നമുക്ക് ലാസ്റ്റ് ഇതിൻ്റെയൊക്കെ ഒരു സ്ക്രാപ്പ് ബുക്കിംഗ് ആണ് കേട്ടോ. ഇപ്പോൾ ഇതുപോലെയാണ് ചെയ്തിട്ടില്ല. അത്ര പെർഫെക്റ്റ് ഒന്നും ആയിട്ടില്ല. കാരണം ഞാനിത് കുറേ പ്രശ്നം ചെയ്തിട്ടുണ്ട്, സക്സസ് ഒന്നും ആയിട്ടില്ല. ഇപ്പോഴാണ് എനിക്ക് ഒന്ന് മര്യാദക്ക് വന്നത്. നമുക്ക് അത് ഡിസൈൻ ഇഷ്ടമുള്ള പോലെ വരച്ചെടുക്കാം. ഞാൻ ഡേറ്റ് ഒക്കെ എഴുതിയിട്ടുള്ള പോലെയാണ് വരയ്ക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്രയും ഉണ്ടാക്കിയെടുക്കാം, ഇഷ്ടമുള്ള ഡിസൈനും വരച്ചെടുക്കാം. അപ്പോൾ അതാണ് ചെയ്തെടുത്തിട്ടുണ്ട്. ക്ലിയർ ആവുന്നില്ലേ? ഓക്കെ, ഫസ്റ്റ് വൺ നമ്മുടെ മെയ് 1 ഒരു തീമിലാണ് എഴുതിയിരിക്കുന്നത്. തേഴ്സ്ഡേ ആണ്. അപ്പോൾ ഇങ്ങനെ പ്ലാൻ ട്രീസ് എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതിയിട്ടുണ്ട്. പിന്നെ നോട്ടിഫിക്കേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. ഇത് രണ്ടും എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. പിന്നെ നല്ലതായിട്ടുള്ളത് ഇതാണ് ഡു ഇറ്റ് യുവർ സെൽഫ്. പിന്നെ ഇതുപോലെയൊക്കെ എഴുതി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സ്റ്റാമ്പും കംപ്ലീറ്റ് ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ 3 സാധനങ്ങൾ ഉണ്ടാക്കി. ഇനി നമുക്ക് കുറച്ച് കോയിൻ സ്റ്റിക്കേഴ്സ് ഉണ്ടാക്കാം. അതിന് വേണ്ടി A4 ഷീറ്റും പിന്നെ നമ്മുടെ സ്കെച്ച് കോയിനൊക്കെ എടുക്കാം. അപ്പോൾ ഗായ്സ് ഞാൻ കുറച്ച് കോയിൻ എടുത്തിട്ടുണ്ട്. വെറൈറ്റി ഓഫ് കോയിൻസ് ആണ്. ഒന്നിൻ്റെ ഇതുപോലെ ചെടിയൊക്കെ ഉള്ളത് എടുത്തിട്ടുണ്ട്. ഞാൻ പല ഇതാണ് എടുത്തിട്ടുള്ളത്. പിന്നെ 10 റുപ്പീസിൻ്റെ, പിന്നെ 2 രൂപയുടെ, നമ്മുടെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള 5 രൂപയുടെ കോയിനും എടുത്തിട്ടുണ്ട്. നമുക്കിതെല്ലാം ഇതിൻ്റെ അടിയിൽ വെച്ച് ട്രൈ ചെയ്ത് കൊടുക്കാം. ഞാൻ പിൻ്റേത് ആയതുകൊണ്ട് പെൻസിൽ വെച്ചാണ് മുഴുവൻ ചെയ്യുന്നത്. പിന്നെ നമുക്ക് അതുപോലത്തെ സ്കെച്ചൊക്കെ നമുക്ക് ചെയ്ത് നോക്കാം. ഇതധികം വരുമോയെന്ന് എനിക്കറിയില്ല. നമുക്ക് ചെയ്ത് നോക്കാം എന്തായാലും. ഫസ്റ്റ് നമുക്ക് പെൻസിൽ വെച്ച് 10ൻ്റെ ഒന്ന് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ വെച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ ഷെയ്ഡ് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, കണ്ടോ? അപ്പോൾ 10ൻ്റെ പിക്ചർ ഇവിടെ തെളിഞ്ഞു വരും. കറക്റ്റായിട്ട് നമ്മൾ പ്രിൻ്റ് ചെയ്ത പോലെ തന്നെ കിട്ടും കേട്ടോ. പെൻസിൽ വെച്ച് ചെയ്യുമ്പോൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് പ്രിൻ്റ് എടുത്ത പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത് ഇത് കണ്ടപ്പോൾ ഫസ്റ്റ് തന്നെ ഉണ്ടോ. അപ്പോൾ കോയിൻ്റെ ഇതൊക്കെ പ്രിൻ്റ് ചെയ്യാണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ഷെയ്ഡ് ഇതൊക്കെ എടുത്താൽ മതി. നല്ല അടിപൊളിയായിട്ട് കിട്ടും. ഇത് നമുക്ക് കറക്റ്റ് സർക്കിളിൽ മുറിച്ചെടുത്താൽ ഓക്കെ ആവും. ഇനി നമുക്ക് സ്കെച്ച് വെച്ചൊന്ന് ട്രൈ ചെയ്യാൻ നടക്കുമെന്ന് എനിക്കറിയില്ല. എനിക്ക് തോന്നുന്നു പറ്റില്ല എന്നാണ്. ഇപ്പോൾ നമ്മൾ 5ൻ്റെ ഒരു കോയിൻ എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ലൈറ്റ് ആയിട്ടുള്ള ഇതിനകത്ത് എന്തെങ്കിലുമുള്ള ലൈറ്റ് ആയിട്ടുള്ള ഒരു ഷെയ്ഡാണ് യെല്ലോ വന്നിട്ട്. യെല്ലോ വന്നിട്ട് നമുക്ക് ഇത് വെച്ചൊന്നും ചെയ്ത് നോക്കാം. അറിയില്ല, ചിലപ്പോൾ കറക്റ്റായിട്ട് കിട്ടും. അങ്ങനെയാണെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് ചെയ്യാം കേട്ടോ.
ഇല്ല ഗായ്സ്, അത് ആ സ്കെച്ച് ഭയങ്കര ഒരു കളർ ഡൈ ഉള്ളതുകൊണ്ട് തന്നെ കിട്ടില്ല. നമുക്ക് പെൻസിൽ വെച്ചാൽ ചെയ്തെടുത്തിട്ട് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഞാൻ ഇവിടെ ഒരു 6 ചെയ്യുന്നുള്ളൂ. 6 or 4 ആണ് നമുക്ക് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ അതാ 1ന്റെ 5ന്റെയും 10ന്റെയും തന്നെ ഞാൻ റിപ്പീറ്റ് 2 വെച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം 10ന്റെ നല്ല ക്ലിയർ ആയിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത്ര എന്താണ് ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറേ പല പല ടൈപ്പ് ഓഫ് 20ന്റെ ഒക്കെ വെച്ചിട്ട് ചെയ്യാം. ഞാനിപ്പോൾ ഇത്രയാണ് ചെയ്തിട്ടുള്ളത്. അത് മുറിക്കാനാണ് ഇത്തിരി ഒരു ടഫായിട്ടുള്ളത്. ഭയങ്കര എനിക്ക് മടി ആയതുകൊണ്ടാണ് ഇത്ര നല്ല ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് സ്റ്റിക്കേഴ്സ് ഉണ്ടാക്കാം. സ്റ്റിക്കേഴ്സ് എന്ന് പറയുമ്പോൾ ഫ്ലോറൽ സ്റ്റിക്കേഴ്സ് പോലെ. അപ്പോൾ അതുണ്ടാക്കാനായിട്ട് നമ്മൾ ഒരു A4 കുഞ്ഞു പീസ് മുറിച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് ആവശ്യമുള്ളപ്പോൾ മുറിച്ച് ഉപയോഗിക്കാൻ പോലെയാണ് ഞാൻ ഉണ്ടാക്കുന്നത് കേട്ടോ. അതായത് ഇപ്പോൾ കട്ട് ചെയ്യുന്നില്ല. കുറച്ച് ഫ്ലവേഴ്സൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ വരച്ചെടുക്കാം. ഫസ്റ്റ് തന്നെ സൺഫ്ലവർ വരയ്ക്കാനുള്ള ഒരു ഇതിലൊക്കെയാണ് നിൽക്കുന്നത്. പറ്റുമോ അറിയില്ല, നോക്കട്ടെ കേട്ടോ. വെസ്റ്റ് അതൊന്ന് ചീറ്റി പോയിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. എന്നാലും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാട്ടോ വെച്ച്. നല്ല കുഴപ്പമില്ലാണ്ടൊക്കെ കിട്ടിയിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഒരുമാതിരി പടർന്നു പോയി, അതാണ് പറ്റിയത്. കുഴപ്പമൊന്നുമില്ല, അതായത് വെച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. സ്റ്റെമ്മൊക്കെ ബ്രൗണോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഓറഞ്ച് ഷെയ്ഡ് വെച്ച് വരച്ചു കൊടുക്കാം. അങ്ങനെ കുത്താണ് ഇതിൻ്റെ നടുക്കുള്ളത്. അങ്ങനെ ചെയ്ത് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ വരച്ചെടുത്തിട്ടുണ്ട്. ലീഫിന് എൻ്റെ അടുത്ത് ഗ്രീനൊന്നും ഇല്ലാത്തതുകൊണ്ടാണ്. നമുക്ക് ഇഷ്ടമുള്ള പോലെയൊക്കെ ചെയ്യാം. കളറൊക്കെ അതിനനുസരിച്ച് കൊടുക്കാം കേട്ടോ. നമ്മൾ ഒരു റോസ് വരച്ചു കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ എൻ്റെ ഒരു സാങ്കല്പത്തിലാണ് വരക്കുന്നത്. ഇന്ന് നമുക്ക് ആ പേപ്പർ ഫുള്ള് ഇതുപോലെ വരച്ചെടുക്കാം. ഞാൻ ഇതിൻ്റെ ലവ് ഷേപ്പിൽ ചെയ്തിട്ട് അതിനകത്ത് കോട്ടൊക്കെ എഴുതിയിട്ടുള്ളതുണ്ട് കേട്ടോ. ഇതുപോലെ ഫുൾ കോട്ടൊക്കെ എഴുതിയിട്ടുള്ളതും പിന്നെ കുറച്ച് ഫ്ലവേഴ്സൊക്കെ വരച്ചിട്ടുള്ളതുണ്ട്. ഫസ്റ്റ് തന്നെ ഇതുപോലെ ഇതുണ്ട് ഇതൊക്കെ എന്തൊക്കെ വരച്ചിട്ടുണ്ട്. പേരൊക്കെ എഴുതിയിട്ട് ക്യൂട്ട് ഡ്രൈവ്, അങ്ങനെ ഹൊറൽ, ഫ്ലോറൽ, ഗുഡി, അങ്ങനെ ഫാവ് മൂഡ്, ഫയൽസ്, ഹോളോയ്, കൂൾ ഹായ്, അങ്ങനെ മൂൺലൈറ്റ്, ഗ്രീനി, മെച്യൂരിറ്റി ഹിറ്റ്സ്, സിമ്പിൾ ആൻഡ് ഹംബിൾ അങ്ങനെയൊക്കെ എഴുതിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാൻ. അതിപ്പോൾ ഹാർട്ട് ഷേപ്പിലാണ് എഴുതിയിട്ടുള്ളത്. ഇതിൻ്റെ ഡ്രോയിങ് ബുക്കിൽ വേണ്ടിയിട്ട് വരച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് നമുക്ക് ആവശ്യമുള്ളപ്പോൾ കട്ട് ചെയ്ത് ഉപയോഗിക്കുന്ന പോലെയാണ് ഞാൻ വരച്ച് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഗം തേച്ച് ഒട്ടിക്കണ പോലെ കേട്ടോ. പിന്നെ അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കിയ സാധനങ്ങളെല്ലാം ഒന്ന് അവസാനം പ്രദർശിപ്പിക്കുന്ന പോലെ കാണിച്ചു തരാം. ഫസ്റ്റ് നമ്മൾ പാറ്റേൺ പേപ്പേഴ്സ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പം ഇതൊക്കെയാണ് ഇവിടെ ഉണ്ടാക്കിയ പാറ്റേൺ പേപ്പേഴ്സ്. ഇനി ഒരെണ്ണം കൂടെ ഉണ്ട്. ഇതുപോലെയാണ്. ഇതാണ് നമ്മൾ 4 ഉണ്ടാക്കിയിട്ടുള്ളത്. നമുക്ക് വേണ്ട അത്ര ഉണ്ടാക്കാം. പിൻട്രസ്റ്റിലൊക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കുറേ പാറ്റേൺസ് കിട്ടും. ഞാനിപ്പം സെലക്ട് ചെയ്ത് കുറച്ചൊക്കെ ചെയ്തിട്ടുള്ളത് കയ്യിൽ നിന്നിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ സെക്കൻഡ് നമ്മൾ ചെയ്തത് വാഷ് ടേപ്പാണ്. അപ്പം ഈ ഒരു വാഷ് ടേപ്പ് എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ഒരെണ്ണം കോഡ്സ് ഒക്കെ വെച്ചിട്ടുള്ള, പിന്നെ ഗ്രിഡ് ലൈൻസിൻ്റെ ഇത്രയാണ്. പിന്നെ സ്റ്റാമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് അടിപൊളിയാണ് കേട്ടോ. പക്ഷെ എനിക്കിത് മാത്രമേ ഇഷ്ടപ്പെട്ടുള്ളൂ ഇതിനകത്തുനിന്ന്. നിങ്ങൾ നല്ല ഇതൊക്കെ വരച്ചെടുക്കുക. പിന്നെ നമ്മൾ ഫ്ലോറൽ സ്റ്റിക്കറാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മുടെ കോയിൻ സ്റ്റിക്കേഴ്സും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കോയിൻ സ്റ്റിക്കേഴ്സ് കണ്ടോ, ഇതാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഏറ്റവും ബിഗിനേഴ്സിന് ഇത്രയും സപ്ലൈസാണ് ചാനൽ ചെയ്യാനൊക്കെ ആവശ്യമുള്ളത്. അപ്പം നമ്മൾ അതിനകത്ത് കുറച്ചാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. നമുക്ക് സ്റ്റിക്കേഴ്സൊക്കെ ചെയ്യാം. എൻ്റെ മടി കാരണം ഞാനൊന്നും ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് പിൻട്രസ്റ്റിൽ പ്രിൻ്റബിൾ ക്യൂട്ട് സ്റ്റിക്കേഴ്സിനോ അല്ലെങ്കിൽ ഗേൾസിൻ്റെ സ്റ്റിക്കേഴ്സൊക്കെ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അപ്പോൾ ഞാൻ ഇത്രയാണ് ചെയ്തിട്ടുള്ളത്. ഇതൊക്കെയാണ് ബിഗിനേഴ്സിന് ജേർണലിങ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത്. നമുക്ക് ഇതിനകത്തൊരു സ്ക്രാപ്പ് ബുക്കിംഗ് പോലെ ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ കാഴ്ച എടുത്തെടുത്ത് വന്ന് ഇത്തിരി ഒന്ന് ലോങ് ആയിട്ടുണ്ട്, കുഴപ്പമില്ല. അപ്പോൾ നമുക്ക് ഈ ഒരു ബുക്കിൽ തന്നെ നമുക്കൊന്ന് സ്ക്രാപ്പ് ബുക്കിംഗ് ചെയ്യാം. ഫസ്റ്റ് ഇത് എടുത്തിട്ടുണ്ട്. ഇവിടെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. നമ്മുടെ വാഷി ടേപ്സിന്ന് ഈ ഒരു സ്റ്റിക്കർ എടുത്തിട്ട് ഈ ഒരു വാഷി ടേപ്പ് എടുത്തിട്ട് ജസ്റ്റ് നമുക്ക് വേണ്ട അത്രയും വെച്ചിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ഇവിടെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇത് ഒട്ടിച്ചെടുക്കാം. അതെ, ഇവിടെ ഇട്ട് ജസ്റ്റ് നമുക്ക് ഒട്ടിക്കാം. നമ്മുടെ കോയിൻ സ്റ്റിക്കേഴ്സിന്
ഈ ഒരു 10 രൂപേൻ്റെ ഇതെല്ലാം വെച്ച് എല്ലാം ഒട്ടിക്കണമെന്ന് വിചാരിച്ചിട്ടാണ് ചെയ്യണം. അല്ലാണ്ട് അധികം നന്നായിട്ടൊന്നും അല്ല, ഇത്രയും വലിയ ബുക്ക് ആയതുകൊണ്ടാണ്. അപ്പോൾ നന്നായിട്ടൊന്നും ചെയ്യാനായിട്ട് പറ്റില്ല. നമ്മൾ സ്റ്റാമ്പ് എന്ന് ഇതായി ഒരു ഇതെടുത്തിട്ടുണ്ട്. ഈ ഫയറിൻ്റെ ഒരു ഇതുമായിട്ടുള്ള ബന്ധപ്പെട്ടിട്ടുള്ളതുകൊണ്ട് ഇത് എഴുതുന്നത് ഇതാ ഇവിടെ അങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം. അത്ര രസമായിട്ടൊന്നും അല്ല കേട്ടോ ചെയ്യുന്നത്, കാരണം ഭയങ്കര വലിയ ബുക്കായതുകൊണ്ട് കുറേ എല്ലാം സപ്ലൈസൊന്നും ഉപയോഗിക്കുമ്പോൾ തികയുന്നില്ല. അതുകൊണ്ട് കുറച്ചായിട്ട് നമ്മളെല്ലാം ഉപയോഗിച്ച് എല്ലായിടത്തും ഫില്ല് ചെയ്യാൻ നോക്കാം. ഇതാ പശാക്കിയിട്ട് എവിടെയെങ്കിലുമൊക്കെ ഇങ്ങനെ ഒട്ടിക്കാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിനകത്ത് കുറേ സപ്ലൈസും കൂടെ ആഡ് ചെയ്യാൻ ഞാൻ പറഞ്ഞല്ലോ. പിൻട്രസ്റ്റിൽ നോക്കിയാൽ കുറേ ഇൻസ്പിറേഷണൽ ആയിട്ടുള്ള കുറേ സാധനങ്ങളൊക്കെ ഇട്ടു കേട്ടോ. അപ്പോൾ ഞാൻ ഇതിനകത്തുനിന്ന്